ഹലോ ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. മമ്മൂട്ടിക്ക് 21 നായികമാർ, അതും ഒരു സിനിമയിൽ. അതെ, പുറത്തു വരുന്ന വാർത്തകൾ അങ്ങനെ തന്നെയാണ്. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണമെന്ന് ഇടയിലൊന്ന് ഓർമ്മിപ്പിക്കുന്നു. മമ്മൂട്ടിയുടെ ഏവരും കാത്തിരിക്കുന്ന, മമ്മൂട്ടിയുടെ പ്രകടനം കൊണ്ട്, മമ്മൂട്ടിയുടെ ലുക്ക് കൊണ്ട് ആളുകൾ കാത്തിരിക്കുന്ന ചിത്രമാണ് കളങ്കാവൽ എന്ന ചിത്രം. ഇതിനോടകം തന്നെ വിനായകനും മമ്മൂട്ടിയും ഒത്തുചേരുമ്പോൾ അഭിനയത്തിൻ്റെ തീപ്പൊരി പാറുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഇവിടെ ഈ ഒരു സിനിമയുടെ പുതിയ അപ്ഡേറ്റുകൾ വരുമ്പോൾ മമ്മൂട്ടിക്ക് 21 നായികമാർ എന്നുള്ള രീതിയിലാണ്. മമ്മൂട്ടി വിൽ ബി സീൻ അലോങ് വിത്ത് 21 ഫീമെയിൽ ആക്ട്രസ് ഇൻക്ലൂഡിംഗ് രജീഷ വിജയൻ ആൻഡ് ഗായത്രി അരുൺ ഇൻ ദ അപ്കമിംഗ് റിലീസ് കളം കാവൽ വിത്ത് സർട്ടൻ ആക്ട്രസ് ഹാവിങ് സെക്ഷൽ അബ്യൂസ് സീൻ വിത്ത് ദ ആക്ടർ. ഇതാണ് നമുക്ക് വന്നിരിക്കുന്ന ആ ഒരു റിപ്പോർട്ട് എന്ന് തന്നെ പറയാം. കളങ്കാവൽ എന്ന ചിത്രം മമ്മൂട്ടിയുടെ പ്രകടനം നോക്കി ആളുകൾ കാത്തിരിക്കുന്ന ചിത്രമാണ്. ഇപ്പോൾ ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് മെയ് 22-നായിരിക്കും സിനിമയുടെ റിലീസ് എന്നുള്ളത്. ഇന്ന് സൂപ്പർ താരങ്ങളിൽ നമുക്കറിയാം ഇത്രത്തോളം അഭിനയം കാഴ്ചവെക്കുന്ന ഒരു നടനും ഇല്ല എന്നുള്ളത്. പലപ്പോഴും ആരാധകർ വെറുതെ മുറവിളി കൂട്ടി അത് കൊള്ളാം ഇത് കൊള്ളാമെന്ന് പല നടന്മാരുടെയും പറയുമ്പോൾ ഇന്ത്യക്കകത്തുമുള്ള മുഴുവൻ നടന്മാരെക്കുറിച്ചാണ് ഈ പറയുന്നത്. ഇവിടെ മമ്മൂട്ടി വ്യത്യസ്തനാകുന്നു. അങ്ങനെ തന്നെയാണ്. ഫാൻ ബേസ് പൊളിച്ചിറക്കിക്കൊണ്ട് തനിക്കിഷ്ടമുള്ള രീതിയിൽ സിനിമയിൽ തനിക്കിനി ഒന്നും ഇല്ല എന്നറിയാവുന്ന മമ്മൂട്ടി ഇത് തനിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് കാണിക്കുകയാണ്. അദ്ദേഹം അഭിനയത്തിൻ്റെ വ്യത്യസ്തത പുലർത്തുന്ന മേഖലയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയാം. കഴിഞ്ഞ ഏതാനും കാലങ്ങളായും നമ്മൾ കാണുന്നത് അതുതന്നെയാണ്. മമ്മൂട്ടി എന്ന നടനിൽ നിന്ന്, മമ്മൂട്ടി എന്ന വ്യക്തിയിൽ നിന്ന്, മമ്മൂട്ടി എന്ന താരത്തിൽ നിന്ന് മാറിക്കൊണ്ട് മമ്മൂട്ടി അഴിഞ്ഞാട്ടം എന്നുള്ള ലെവലിലേക്ക് പോകുന്ന ഒരു കാര്യം നമുക്ക് കാണാൻ കഴിയുന്നു. കാരണം തനിക്കിനിയും വേറെ ഒന്നും നോക്കാനില്ല എന്നുള്ള തരത്തിൽ ഒരാൾക്ക് ചെയ്യുന്ന പ്രവൃത്തി പോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ അഭിനയം. ഇതിനു മുമ്പ് പലപ്പോഴും നമുക്ക് തന്നെ പലർക്കും പറയാനുണ്ട് അദ്ദേഹം സ്റ്റിഫായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു ബലം പിടുത്തമുണ്ട് എന്നൊക്കെ പച്ച മലയാളത്തിൽ പറയാൻ കഴിയുമെങ്കിൽ ഇന്ന് ഫ്ലെക്സിബിലിറ്റി എന്നതിൻ്റെ പര്യായം എന്ത് എന്ന് ചോദിച്ചാൽ പല സീനിയർ നടന്മാരും അല്ലെങ്കിൽ ഇൻബോൺ ടാലൻ്റ് ആയിട്ടുള്ള ഈ പറഞ്ഞ പോലെ ഫ്ലെക്സിബിലിറ്റി ഉള്ള നടനെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയാണ് മമ്മൂട്ടി. അതിൽ വീണ്ടും കളങ്കാവലിലൂടെയും നമുക്ക് കാണാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ്. എന്താണേലും അതൊരു രസകരമായ കാര്യങ്ങൾ തന്നെയായിരിക്കാം. 21 നായികമാർ ഒരു സിനിമയിൽ വരുമ്പോൾ എങ്ങനെയായിരിക്കാം കാര്യങ്ങൾ എന്നുള്ളത്. എന്താണെങ്കിലും ഇതിനകത്തിൽ ഉയർന്നു വരുന്ന കാര്യം സൈനൈഡ് മോഹനാണ് മമ്മൂട്ടി. ആ ഒരു കഥയൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ആ ഒരു ബേസ് ചെയ്തിട്ടുള്ള സിനിമ തന്നെയായിരിക്കും. എന്താണേലും അഭ്രപാളികളിൽ മമ്മൂട്ടിയുടെ നടന വിസ്മയം കാണാം നമുക്ക് എന്നുള്ള സന്തോഷം തന്നെയാണ് വീണ്ടും ഉള്ളത്. തുടർച്ചയായി 3-ാം വർഷവും മമ്മൂട്ടി തന്നെ സംസ്ഥാന അവാർഡ് കൊണ്ടുപോകും. അത് കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം അല്ലെങ്കിൽ 2022-ലെ മികച്ച നടനായിരുന്നുവെങ്കിൽ 23-ലെ നമുക്ക് മികച്ച സിനിമയ്ക്കുള്ളതായിരുന്നു കാണാൻ കഴിഞ്ഞത്. 24-ലെ മികച്ച നടനും മമ്മൂട്ടി തന്നെ ആയിരിക്കുമെന്നുള്ളത് 99% ഉറപ്പാകുകയാണ്. ഇനിയും 2025-ലും അത് തന്നെ സംഭവിക്കാൻ പോകുന്നു. കളങ്കാവൽ എന്ന ചിത്രത്തിൽ ഈ ഒരു കഥാപാത്രത്തിലൂടെ, അതായത് തുടർച്ചയായി 3 വർഷം ഇപ്പോൾ തന്നെ ലഭിക്കുകയും അടുത്ത 4-ാം വർഷത്തിലേക്ക് മികച്ച നടന് വേണ്ടി തന്നെ മമ്മൂട്ടി എത്തും എന്നുള്ളത് ഉറപ്പിക്കാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം.